ഹലോ, ഗുഡ് മോർണിംഗ്. അന്നസേ ഗുഡ് മോർണിംഗ്. സ്കൂളിൽ പോണ്ടേ? അന്നസേ ഹലോ, സ്കൂളിൽ പോണ്ടേ? അന്നസേ അന്നസേ സ്കൂളിൽ പോണ്ടേ? എനിക്ക് സ്കൂളിൽ പോണ്ട പെണ്ണാണ് ഈ കിടന്നിറങ്ങണത്. ഇന്ന് ഇന്ന് ഫസ്റ്റ് ഡേ സ്കൂളാണ്. അന്നസേ എനിക്ക് ഹലോ ഡോ, ഡാ, അന്നസേ. ഒരച്ഛൻ എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു ദിവസമാണിന്ന്. കളിച്ചും ചിരിച്ചുമൊക്കെ നടന്ന എൻ്റെ മോള് ഇന്ന് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും. അത് വളരെയധികം വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. കുളിച്ച് റെഡിയായി അമ്മച്ചൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി നേരെ സ്കൂളിലേക്ക്. ഈ കാണുന്നതാണ് സെൻറ്റ് ജോൺ കത്തീഡ്രൽ സ്കൂള്. ഇവിടെയാണ് എൻ്റെ മോൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു പ്രൈവറ്റ് സ്കൂളാണ്. എൻ്റെ മോളെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് മിർണയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു. അതും പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും വഴക്ക് വരെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. എന്തായാലും അവളുടെ ആഗ്രഹം സാധിച്ചു. ഒരു പ്രൈവറ്റ് സ്കൂളിൽ തന്നെ അന്നൂസിനെ ഞങ്ങൾ ചേർത്തു. വീട്ടിൽ നിന്ന് വെറും 4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ സ്കൂളിലേക്ക് വരാൻ. കയറി ചെല്ലുന്നത് നേരെ ഒരു നടുമുറ്റത്തേക്കാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരുപാട് ക്ലാസ് മുറികൾ. അന്നൂസിൻ്റെ ക്ലാസ് ഏതാണെന്ന് തപ്പി നടക്കുകയാണ് ഞങ്ങൾ. നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു നഴ്സറി ക്ലാസ് മുറി കണ്ട്. അതിൽ ലിസ്റ്റിൽ പേരുണ്ടോ നോക്കി, ഇല്ല. വീണ്ടും മുന്നോട്ട്. പിന്നെ ഒരു ക്ലാസ് മുറി കണ്ടു. അവിടെയും ഒരുപാട് പേരുകൾ കണ്ടു. അതിലൊന്നും അന്നൂസിൻ്റെ പേര് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. വീണ്ടും അടുത്ത റൂമിലേക്ക് പോയി. അവിടെ അന്നൂസിൻ്റെ പേര് ഞങ്ങൾ കണ്ടു. അങ്ങനെ നേരെ ക്ലാസ് റൂമിലേക്ക്. ഇതാണ് അന്നൂസിൻ്റെ ക്ലാസ് മുറി. ഒരുപാട് അന്നൂസിനെ പോലുള്ള ചെറിയ ചെറിയ കുട്ടികൾ അവിടെ ഇഷ്ടം പോലെ ഞങ്ങൾ കണ്ടു. ഞാൻ വിചാരിച്ചത് അന്നൂസ് കരഞ്ഞ് വഴക്കുണ്ടാക്കി വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കും, കരയും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അന്നൂസിന് അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്താണ് അവൾക്ക് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവൾ വളരെ കൂളായിട്ടിരുന്നു. അവൾ മാത്രമല്ല, അവളുടെ കൂടെ ഒരുപാട് കുട്ടികൾ ഇതേപോലെ തന്നെ കൂളായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് യാതൊരു പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കരഞ്ഞ് വീഴ്ച് ഒരുപാട് അടിയൊക്കെ ഉണ്ടാക്കി. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും ഒരാൾ വന്നിട്ടുണ്ട്. ഉടുപ്പൊക്കെ ഊരിയ ആള് ഇറങ്ങി ഓടുകയാണ് ക്ലാസ് മുറിയിൽ നിന്ന്. അതൊക്കെ കണ്ട് അന്നൂസ് അങ്ങനെ ചിരിച്ചിരിക്കുകയാണ്. അന്നൂസിന്റെ കൂടെ ഇടവും ബലമായിട്ട് 2 കുട്ടികളുണ്ട്. അതിൽ ആ കാണുന്ന ആൺകുട്ടി ഇച്ചിരി പൊട്ടിത്തെറിച്ചതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും മലയാളി എന്ന് പേര് കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരാളുണ്ടാവുമല്ലോ. അങ്ങനെ ഞാനും എൻ്റെ മോളും മലയാളി എന്നുള്ള രീതിയിൽ അറ്റൻഡൻസ് കൊടുക്കാൻ അവിടെ എത്തി. എൻ്റെ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ട് ഇവൻ എനിക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട്. ഞാനിന്ന് പോകുന്നില്ല എന്നുള്ളത് അവൻ അറിയില്ല. അന്നൂസിനോട് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഓക്കെ എന്ന് അവൾ എന്നോട് പറഞ്ഞു. ഇത് കാണുമ്പോഴാണ് എനിക്കൊരു സമാധാനം. ഇന്ന് അവളുടെ ഏറ്റവും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് ഞാൻ കൂടെ തന്നെ എപ്പോഴും നിന്നു. ഇറങ്ങി ഓടിയവനെ പിടിച്ചുകൊണ്ട് അവൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് ഒരു ക്യാൻറ്റീൻ, പിന്നെ ക്ലാസ് മുറിയിൽ വലിയൊരു TV, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ടോയ്ലറ്റ്, പിന്നെ കൈ കഴുകാനും മറ്റാവശ്യങ്ങൾക്കുമായിട്ടൊരു വാഷ് ബേസിൻ. കുഞ്ഞിപ്പിള്ളേരുടെ ക്ലാസ് മുറിയിൽ ഇതെല്ലാം വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ്. പിന്നെ ക്ലാസ് മുറി ഫുള്ള് എയർ കണ്ടീഷനാണ്. വിശാലമായ ഒരു ക്ലാസ് മുറിയാണ്. എല്ലാവർക്കും ഇരിക്കാൻ ഓരോരുത്തർക്കും അവരുടേതായ ചെയറും ടേബിളും ഒക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഓരോരുത്തരുടെ അച്ഛനും അമ്മയൊക്കെ കൂടെ ഇരുന്നും ആശ്വസിപ്പിച്ചും കരഞ്ഞുന്നവരുടെയും വാശി പിടിക്കുന്നവരുടെയും ഒക്കെ കൂടെ അങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഈ കാണുന്ന എല്ലാ കുട്ടികളും ഈ ക്ലാസ് മുറിയിലുള്ളവരല്ല. ഈ നഴ്സറി 2 ബാച്ച് ആയിട്ടാണുള്ളത്. ഒന്ന് രാവിലെ 7:30 മുതൽ 11 മണി വരെയും, പിന്നെ 12:30 മുതൽ 3:30 വരെയും. നമുക്ക് വേണമെങ്കിൽ രാവിലെയോ വൈകുന്നേരമോ അതെങ്ങനെ വേണമെന്നുള്ളത് തിരഞ്ഞെടുക്കാമെന്ന് ആ ടീച്ചർ പറയുകയുണ്ടായി. ഞങ്ങൾ ഏതായാലും രാവിലെ തന്നെ അത് തിരഞ്ഞെടുത്തു. ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ +1 +2 ആണ്. കോമേഴ്സിലുള്ളവർക്ക് സയൻസിലേക്കോ അല്ലെങ്കിൽ സയൻസിലുള്ളവർക്ക് ഹ്യൂമാനിറ്റീസിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനൊരു അവസരം കിട്ടിയ കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. സമയം കുറെ കടന്നുപോയി. ഞാനും മിർണയും അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കളയാൻ വേണ്ടി കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുറെ പേരെ പരിചയപ്പെട്ടു. അതിനിടയ്ക്ക് ടീച്ചർ കുട്ടികൾക്ക് എല്ലാവർക്കും ആദ്യത്തെ വർക്ക് കൊടുത്തു.
എല്ലാവരും അവരവരുടെ ക്രയോൺസ് എടുത്തിട്ട് വരയ്ക്കുക. അതായിരുന്നു ആദ്യത്തെ ജോലി. കുറച്ചു കഴിഞ്ഞപ്പോൾ കൊടുത്ത വർക്കെല്ലാം തീർത്ത് ടീച്ചറെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അന്നൂസ് അത് കംപ്ലീറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ മിർന വന്ന് സഹായിക്കാൻ തുടങ്ങി. എല്ലാവരും അവരവരുടെ വർക്ക് കംപ്ലീറ്റ് ആക്കി ടീച്ചർക്ക് കൊടുക്കണം. ടീച്ചർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതൊരു തൊപ്പി പോലെ ആക്കി അവരുടെ തലയിൽ തന്നെ വെച്ചു കൊടുക്കും. ഇതാണ് ആദ്യത്തെ ദിവസം അവരെല്ലാവരും ചെയ്തത്. ഒന്നാമത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. ഇനി അന്നൂസിനായിട്ട് അച്ഛന് പറയാനുള്ളത് ഇതാണ്. അന്നൂസിന് അച്ഛ തരുന്ന ഏറ്റവും വലിയ സമ്മാനം. നിന്റെ ആദ്യത്തെ ദിവസം നീ സ്കൂളിൽ പോയതും നിന്റെ കൂടെ ആരൊക്കെ കൂട്ടുകാരായിട്ടുണ്ടായിരുന്നെന്നും നിന്റെ ക്ലാസ് മുറിയൊക്കെ നിനക്ക് എന്നും ഓർത്തിരിക്കാൻ അച്ഛൻ ഒരു വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട്.